ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിംജിം ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് റിംജിം ത്രെഡ്, പല നിറത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിൽക്ക് പോലത്തെ നൂലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റ ഇഴയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. നമ്പർ 4 ആണ് സൂചി എടുത്തിരിക്കുന്നത് കേട്ടോ. ആ നൂല് കയറാൻ പാകത്തിനുള്ള ഏത് സൂചി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം ത്രെഡ് വേണം അതനുസരിച്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം സൂചിനകത്ത് നൂല് കോർത്ത് കൊടുക്കുക, ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ എല്ലാത്തിലും കാണിക്കുന്നതാണ്, അത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റിംജിം ത്രെഡ് വിത്ത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ബോർഡിനകത്ത് ഞാൻ ആദ്യം എവിടെയാണോ നമുക്ക് തുടങ്ങേണ്ടത് അവിടെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്തിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് പൊന്തി നമ്മൾ വലിച്ചെടുക്കുമല്ലോ. അതിനുശേഷം നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത് അതിലേക്ക് തന്നെ കുത്തി താഴ്ത്തി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി പൊന്തിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നൂല് സൂചിയുടെ അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിനായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ തുമ്പ് ഭാഗത്തു കൂടെ കുത്തി കൊടുക്കണം സൂചി അടിയിലേക്ക് കേട്ടോ. അതിനുശേഷം കുറച്ച് നീക്കി സൂചി പൊന്തിച്ചെടുത്തിട്ട് സൂചി മുകളിലും നൂലടിയിൽ വരുന്ന രീതിയിൽ എടുത്തിട്ട് പൊന്തിച്ചെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് രംഗോലി ത്രെഡ് വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കണം കേട്ടോ. നൂല് മാത്രം മാറിയിട്ടുള്ളൂ. അപ്പോൾ ഏത് സ്റ്റിച്ചും ഏത് നൂലിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കട്ടി കൂടുതലായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഒറ്റ ഇഴയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് താഴേക്ക് ഇറക്കിയിട്ട് സൂചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നൂല് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ സൂചിയിൽ നിന്ന് നൂല് ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കെട്ടിട്ടതിന് ശേഷം ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇട്ടാ ചെയ്യാറ്. സൂചി എത്രത്തോളം നമുക്ക് വലുതാണോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കെട്ടിടുന്ന ഭാഗത്ത് കുറച്ച് നൂലുള്ളെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം സൂചിയിൽ നൂല് കോർത്ത് കൊടുത്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നല്ല ഒരു കട്ടിയുള്ള ഒരു നൂല് വെച്ച് ചെയ്ത പോലെ ആയിരിക്കും ഇതിരിക്കുക. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല നിറത്തിൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മജന്ത കളർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിനകത്ത് നമുക്ക് ചെയിൻ സ്റ്റിച്ചായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിംജിം ത്രെഡ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.